ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. ലാലേട്ടൻ്റെ മുമ്പിൽ ഗെയിം ജേണി പറയുന്നതിൽ ഏറ്റവും മനോഹരവും സ്പഷ്ടവുമായി അവതരിപ്പിച്ചത് അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേക് ബിഗ് ബോസിൽ കടന്നുപോയ വഴികൾ ഏവരെയും ചിന്തിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും മികച്ച രീതിയിൽ ഒരു രേഖാചിത്രത്തിൻ്റെ സഹായത്തോടെ അവതരിപ്പിച്ചപ്പോൾ ഒന്നും പറയാനില്ല. ബിഗ് ബോസ് ഹൗസിലെ മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. മാത്രവുമല്ല, വ്യത്യസ്തനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അഭിഷേകിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വീക്ക് 5-ൽ വൈൽഡ് കാർഡായിട്ടാണ് എൻ്റെ എൻട്രി. അന്ന് തന്നെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷേ അതിവിടെ ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചെറിയ ഒരു ഡൗൺഫാൾ അത് ഉണ്ടാക്കി. എന്നിരുന്നാലും ഞാൻ വന്നതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നാണ് ഞാൻ നിന്നത്. വന്നപ്പോൾ എനിക്ക് കുറച്ച് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. അത് പതുക്കെ വർക്കൗട്ട് ചെയ്യാനായിരുന്നു തീരുമാനം. ഞാൻ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിസിബിളി എൻ്റെ പ്രോഗ്രാംസിൽ ഡൗൺഫാൾസ് ഉണ്ടായി. എന്നിരുന്നാലും ഞാൻ വർക്കൗട്ട് ചെയ്തു. ഒരുപാട് താഴോട്ടൊന്നും പോയിട്ടില്ല. വീക്ക് 6 എത്തിയപ്പോൾ എൻ്റെ ഗെയിം സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്ത് ഞാൻ സക്സസ് ആയി. സ്റ്റേജ് 2ലേക്ക് പോയി. പ്രേക്ഷകർക്ക് ഞാനിതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. വീക്ക് 8 വരെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ കളിച്ചത്. എൻ്റെ സ്റ്റേജ് അതായിരുന്നു. വീക്ക് 8 മുതൽ 9 വരെ ഒരു ഹൈപ്പ് വരാൻ കാരണം ക്യാപ്റ്റൻ ടാസ്കിൽ കോമ്പറ്റീഷൻ ചെയ്ത് മൊത്തം ഗെയിമിലും ജയിച്ചിരുന്നു. വീക്ക് 9-ൽ നിന്നും ഞാൻ നേരെ താഴോട്ടേക്കാണ് പോയത്. എനിക്കൊരു മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ഉണ്ടായിരുന്നു. തൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മോശം ദിവസമായിരുന്നു അത്. ഏറ്റവും തകർന്ന നിമിഷമായിരുന്നു അത്. പവർ റൂമിലായിരുന്നു അന്ന് ഞാൻ. ഈ ഒരു അവസ്ഥയിലായിട്ടും പവർ റൂമിലേക്കുള്ള അടുത്ത മത്സരത്തിൽ ടയർ ഉരുട്ടിയുള്ള ഗെയിമിൽ എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഡൗൺ ആയിട്ടും റീഗെയിൻ ചെയ്ത് എൻ്റെ ടാസ്കിൽ ഞാൻ വിജയിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മെൻ്റൽ സ്ട്രെങ്ത് തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. 10-11 വീക്കിൽ ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്കും ഫാമിലി വീക്കുമായിരുന്നു. ഗെയിമിൽ നല്ല രീതിയിൽ മത്സരിച്ച് ജയിക്കാനും ഫാമിലി വന്നപ്പോൾ അതും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാനും സാധിച്ചു. അന്ന് മുതൽ ഒരു തിങ്കിങ് സ്റ്റേജ് ആയിരുന്നു എനിക്ക്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂവിനെ പോലും ഗെയിമായി എടുത്ത് എനിക്കെതിരെ പ്രയോഗിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ വെച്ച് ഞാൻ കൂടുതൽ ദയ കാണിക്കുന്ന ഒരാളാണ്. ആ ദയ എന്ന് പറയുന്നത് കുറച്ച് കട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് എന്നെ എതിർക്കുന്നവരെ തിരിച്ച് എതിർക്കുകയും ചെയ്തു തുടങ്ങി. അതായത് എന്നെ ചൊറിയുന്നവരെ തിരിച്ച് മാന്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. ഇനിയുള്ള ഗെയിം ആ രീതിയിലുള്ള സെറ്റ് ചെയ്തതായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. 12 വീക്കിൽ ടിക്കറ്റ് ഫിനാലെ ആയിരുന്നു. എല്ലാ ഗെയിമിലും 100% ഇട്ടിരുന്ന സ്ഥാനത്ത് ഈ ഒരു ഗെയിമിൽ 100+ എബവ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യാത്രയിൽ ഏറ്റവും ഹൈപ്പ് ഉണ്ടായത് ടിക്കറ്റ് ഫിനാലെയാണ്. ശരിക്കും അഭിഷേകിൻ്റെ ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അവനോട് അഭിമാനവും സ്നേഹവും തോന്നും. നല്ല ഒന്നാന്തരം വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമ തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ. മെൻ്റൽ ഗെയിം ആയാലും ഫിസിക്കൽ ഗെയിം ആയാലും അദ്ദേഹത്തിൻ്റെ 100% അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അഭിഷേകിന് ബിഗ് ബോസ് ഒരു ഗെയിം മാത്രമല്ല. അതിന് മനസ്സിലാക്കാനുള്ള കാരണം മറ്റുള്ളവരുടെ ഫീലിങ്സോ അതല്ലെങ്കിൽ സ്വകാര്യതയോ എടുത്തിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തൊരു കണ്ടൻ്റ് ആക്കാൻ അഭിഷേക് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ചില വാക്ക് തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊരു വഷളാക്കുന്ന രീതിയിലേക്ക് അഭിഷേക് ശ്രീകുമാർ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ജിൻഡോയും അഭിഷേകും തമ്മിലുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നത്തിനിടയിലും അത് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് മാപ്പ് പറയുന്നൊരിതുണ്ട്, സോറി പറയുന്നൊരു രംഗമുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാം അഭിഷേകിൻ്റെ ഒരു പ്രവൃത്തിയും ജീവിത ശൈലിയുമൊക്കെ.